നമസ്കാരം. നന്ദിദേവൻ കുതിരയുടെ മുഖത്തോടെ അരുൾപാലിക്കുന്ന ക്ഷേത്രവും എത്ര കിട്ടിയാലും പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഭക്തരും അവശ്യം സന്ദർശിക്കുന്ന നവകൈലാസ ക്ഷേത്രങ്ങളിൽ ഗുരുസ്ഥലമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു ശിവകാമി അമ്മ സമേത കൈലാസനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ മുറപ്പനാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ കൈലാസനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി ശിവകാമി അമ്മ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. രോമസ മഹർഷിയാൽ ഉദ്ഭവിക്കപ്പെട്ട നവകൈലാസ ക്ഷേത്രങ്ങളിൽ അഞ്ചാമത്തേതും നവഗ്രഹങ്ങളിൽ ഗുരു അതായത് വ്യാഴത്തിന് അർപ്പിക്കപ്പെട്ട ക്ഷേത്രവും കൂടിയാണിത്. പുരാണങ്ങളിൽ കോവിൽപത്ത് എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. മുറപ്പനാട് എന്ന് ഈ പ്രദേശത്തിന് സ്ഥലനാമം വരാൻ കാരണമായ സംഗതികൾ ഇതാണ്. മുമ്പുകാലത്ത് ശൂരപത്മന്റെ നേതൃത്വത്തിലുള്ള അസുരന്മാർ ഈ പ്രദേശത്ത് തപസ്സു ചെയ്യുകയായിരുന്ന ഋഷിമാരെയും ജനങ്ങളെയും ഉപദ്രവിച്ചു വന്നു. ഋഷിമാർ ഒന്നുചേർന്ന് ശിവഭഗവാനോട് അസുരന്മാരുടെ അക്രമങ്ങളെപ്പറ്റി പറഞ്ഞ് അലമുറയിട്ടു. ആ ഇടം മുറയിട്ട നാട് എന്നും പിന്നീട് മുറപ്പനാട് എന്നുമായി മാറി. വേറൊന്ന്, മുറമ്പ് എന്ന തടിച്ച കൽവകകൾ നിറഞ്ഞ മേടുഭാഗമായതിനാൽ മുറമ്പനാട് എന്നായിരുന്ന പ്രദേശമാണ് കാലപ്പോക്കിൽ മുറപ്പനാട് എന്നായി മാറിയതെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. മറ്റൊന്ന്, മുമ്പുകാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തന്റെ വീട്ടുമുറ്റത്ത് വന്ന പുലിയെ മുറം കൊണ്ടടിച്ച് വിരട്ടി ഓടിച്ചതിനാൽ മുറപ്പനാട് എന്ന പേര് വന്നിരിക്കാമെന്നാണ് പറയുന്നത്. നവകൈലാസ ക്ഷേത്രങ്ങളുടെ ഉദ്ഭവം ഇപ്രകാരമാണ്. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും ബ്രഹ്മദേവന്റെ പൗത്രനുമായ രോമസ മഹർഷി മോക്ഷപ്രാപ്തിക്കായി താമിരബരണിയാറ്റിൻകരയിൽ 9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച് അതിനുള്ള സ്ഥലം തെരഞ്ഞെടുത്തു തരാൻ പൊതികമലയിൽ വസിക്കുകയായിരുന്ന അഗസ്ത്യരോട് അഭ്യർത്ഥിച്ചു. അഗസ്ത്യ മഹർഷി ശിവപൂജ ചെയ്ത 9 താമരമലരുകൾ താമിരബരണിയാറ്റിൽ ഇട്ട് അത് എവിടെയെല്ലാം കരക്കടിയുന്നുവോ അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ ശിഷ്യനോട് നിർദ്ദേശിച്ചു. അപ്രകാരം 9 താമരമലരുകളും കരക്കടിഞ്ഞ സ്ഥലത്ത് രോമസ മഹർഷി 9 ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് മോക്ഷമടഞ്ഞു. ആ ശിവലിംഗങ്ങളുള്ള സ്ഥാനത്ത് പിന്നീട് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. ഗുരു പാർത്താൽ കോടി നന്മേ എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട്. നവഗ്രഹങ്ങളിൽ വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഭക്തർ മുറപ്പനാട് കൈലാസനാഥർ കോവിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. നവകൈലാസ ക്ഷേത്രങ്ങളിൽ ആദ്യ 3 ക്ഷേത്രങ്ങൾ മേൽ കൈലാസം എന്നും അടുത്ത 3 ക്ഷേത്രങ്ങൾ നടു കൈലാസം എന്നും അവസാനത്തെ 3 ക്ഷേത്രങ്ങൾ കീഴ് കൈലാസം എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവഭഗവാന്റെ പേര് കൈലാസനാഥർ എന്നായിരിക്കും. നവകൈലാസ ക്ഷേത്രങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും രാഹുവിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. മുറപ്പനാട് ഗുരുക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെ. മുമ്പൊരു കാലത്ത് ഒരു ചോഴ മന്നന് തന്റെ പൂർവ്വജന്മ പാപത്താൽ കുതിരമുഖത്തോടെയും മനുഷ്യശരീരത്തോടെയും കൂടിയ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. രാജകുമാരിയുടെ ഈ അവസ്ഥയിൽ മനംനൊന്ത മന്നൻ ശിവൻകോവിലുകൾ പലതും സന്ദർശിച്ച് പൂജയും വഴിപാടും നടത്തി വന്നു. ഒടുവിൽ മനസ്സലിഞ്ഞ ശിവഭഗവാൻ മന്നന് സ്വപ്നദർശനം കൊടുത്ത് മുറപ്പനാട് പ്രദേശത്ത് വന്ന് താമരഭരണിയിൽ നീരാടി ക്ഷേത്രം സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. കാശിയിൽ ഗംഗ വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകുന്നത് പോലെ ഈ പ്രദേശത്ത് താമരഭരണിയാറും വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകുന്നു. ഇവിടെ നീരാടിയാൽ ഗംഗയിൽ നീരാടുന്നതിന് തുല്യം. അതിനാൽ ദക്ഷിണ ഗംഗ എന്നൊരു നാമവും ഇവിടെ താമരഭരണി നദിക്കുണ്ട്. കാശി തീർത്ഥഘട്ട്, ശബരി തീർത്ഥഘട്ട് എന്നിങ്ങനെ ഭക്തർക്ക് നീരാടാൻ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ചോഴമന്നൻ മകളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ പ്രദേശത്ത് താമരഭരണിയാറ്റിൽ നീരാടി ക്ഷേത്രത്തിലെത്തി മനമുരുകി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ രാജകുമാരിയുടെ കുതിരമുഖം മാറി സൗന്ദര്യമുള്ള മുഖം ലഭിച്ചു. ആനന്ദചിത്തനായ രാജാവും രാജകുമാരിയും ഭഗവാന് നന്ദി അർപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ധാരാളം കാണിക്കകൾ നൽകി. വല്ലാളസേന മഹാരാജാവാണ് ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതെന്നാണ് പറയുന്നത്. ചോഴമന്നന്റെ പൂർവ്വജന്മ പാപം നന്ദി ഭഗവാൻ ഏറ്റെടുത്തതിനാൽ ക്ഷേത്രത്തിൽ മൂലവർക്ക് എതിരിലുള്ള നന്ദി ഭഗവാൻ കുതിരമുഖത്തോടെയാണ് കാണപ്പെടുന്നത്. കയ്യിൽ എത്ര പൈസ വന്നാലും അതിന് ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഒറ്റ പൈസ കയ്യിൽ നിൽക്കുന്നില്ല എന്നത് ഒട്ടുമിക്കവരുടെയും പരാതിയാണ്. മനുഷ്യർക്ക് എത്ര കിട്ടിയാലും മതിവരാത്ത ഒന്നാണ് പണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ മുമ്പുകാലത്തെക്കാളും പലതും അത്യാവശ്യമാണ് താനും. പണം കയ്യിൽ നിൽക്കണമെങ്കിൽ ആഗ്രഹം കുറയണം. അത് തനിയെ സാധ്യമാവുന്ന ഒന്നല്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. ആ ശക്തി ലഭിക്കാനും ആഗ്രഹങ്ങൾ കുറഞ്ഞ് പണം കയ്യിൽ നിൽക്കാനും ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ശിവഭഗവാൻ തന്നെ ഗുരുഭാവത്തിൽ ഇരിക്കുന്നതിനാൽ ഭക്തർക്ക് ആവശ്യമുള്ളത് ആരും പറയാതെ തന്നെ ആവശ്യമുള്ള നേരത്ത് ഇവിടെയുള്ള ഭഗവാൻ തന്നിരിക്കുമെന്നതാണ് ഭക്തജനഭാഷ്യം. രാജഗോപുരമില്ലാതെ ശാന്തഗംഭീരമായി കാണപ്പെടുന്ന മുറപ്പനാട് കൈലാസനാഥർ ക്ഷേത്രത്തിലെ ഗുരുഭഗവാനെ പ്രാർത്ഥിച്ചു പോയാണ് 11ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ വിജയം കൈവരിച്ചത് എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ പന്തൽ മണ്ഡപം, മണിമണ്ഡപം, ഊഞ്ചൽ മണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങളും, ക്ഷേത്രത്തിന്റെ ഒരു മണ്ഡപത്തിന്റെ തൂണിൽ ഹനുമാൻ, കണ്ണപ്പർ, കാമധേനു, മയിൽ, ആന എന്നിങ്ങനെയുള്ള ശില്പങ്ങളുമുണ്ട്. മുമ്പുകാലത്ത് ഒരു ഭക്തയ്ക്ക് ഇവിടെ ദശാവതാരങ്ങൾ ദർശിക്കാൻ ഭാഗ്യമുണ്ടായെന്നൊരു ഐതിഹ്യമുള്ളതിനാൽ
ദശാവതാര ശില്പങ്ങളും തൂണുകളിലുണ്ട്. അതല്ലാതെ ഇവിടെയുള്ള തീർത്ഥഘട്ടിന് ദശാവതാരഘട്ട് എന്നും നാമമുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ രോമസ മഹർഷി പ്രതിഷ്ഠിച്ച ശിവലിംഗം കൈലാസനാഥർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. എതിരിൽ കുതിരമുഖത്തോടെ നന്ദിദേവൻ. തെക്ക് ദർശനമായ സന്നിധിയിൽ 2 വിനായകർ ദ്വാരപാലകരായി കാവൽ നിൽക്കെ ദേവി പാർവതി ശിവകാമിയമ്മ എന്ന നാമത്തിൽ ഒരു കൈയിൽ മലരും മറുകൈ ലോലഹസ്തമായും മന്ദഹാസത്തോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വിവാഹ സന്താന തടസ്സങ്ങൾ മാറാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഭൈരവർ സന്നിധിയിലുള്ള 2 ഭൈരവരിൽ ഒരാൾ നായ്വാഹനത്തോടെ കാലഭൈരവർ എന്ന നാമത്തിലും വാഹനമില്ലാത്ത ഭൈരവർ വീരഭൈരവർ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ സൂര്യൻ, അധികാരനന്ദി, സപ്തമാതാക്കൾ, 63 നായന്മാർ, പഞ്ചലിംഗങ്ങൾ, കാശി വിശ്വനാഥർ, വള്ളിദേവിയാനി സമേത മുരുകൻ, ശനീശ്വരർ, നാഗർ, നവഗ്രഹങ്ങൾ, നടരാജർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പ്ലാവുമരം. ക്ഷേത്രതീർത്ഥം താമിരഭരണിയാറ്. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തിരുവാതിര, ശിവരാത്രി, പ്രദോഷം, അമാവാസി, മാസത്തിലെ ആദ്യ ദിനം, ഗുരുമാറ്റം, ശനിമാറ്റം എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 8 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് 15 കിലോമീറ്റർ, മുറപ്പനാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ക്ഷേത്രം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുനെൽവേലി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.